നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏത് സ്ട്രാറ്റജി നമ്മൾ പഠിച്ചാലും ഏതൊരു സ്ട്രാറ്റജിക്കും 50% വിജയ സാധ്യത മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അതായത് ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുമ്പോൾ അത് എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എടുത്താലും അടുത്ത നിമിഷം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ട്രേഡ് ലോസിൽ പോകാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടാനുമുള്ള സാധ്യത ഒരേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക് റിസ്ക് റിവാർഡ്, മണി മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുകയല്ല, മറിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിൽ കൈതെളിച്ചെടുക്കുകയാണ് വേണ്ടത്. സോ ദാറ്റ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഏതൊരു സ്ട്രാറ്റജിക്കും 10% അതിൽ താഴെ മാത്രം ഇമ്പോർട്ടൻസേ നമുക്കുള്ളൂ. അപ്പോൾ സ്വന്തം ആയി പഠിച്ചെടുത്ത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം റിയൽ മണിയിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക. ഒപ്പം തന്നെ ട്രേഡിൽ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ സ്വന്തമായിരിക്കണം. മറ്റാരും പറയുന്നത് കേട്ട്, ഞാനടക്കമുള്ള മറ്റാരും തന്നെ പറയുന്ന ഒരു കാര്യങ്ങളും കേട്ട് ബ്ലൈൻഡ്ലി അത് ഫോളോ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ എല്ലാവിധ ഉത്തരവാദിത്വവും ട്രേഡിലെ വിജയത്തിൻ്റേത് നിങ്ങളുടേത് മാത്രം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതിതാണ്, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകുക. ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മറ്റാരൊക്കെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടി ഒരു ഷെയറും കൂടെ ചെയ്താൽ വളരെ നല്ലത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ധാരാളം പേര് ഒരുപക്ഷെ ഉണ്ടാവാം. അങ്ങനെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാന ഘടകം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തിയിട്ട് അത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന ധാരണയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. റിവേഴ്സൽ ട്രേഡ് നമ്മൾ എടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ ഒത്തിരി തവണ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നിരുന്നാൽ പോലും യഥാർത്ഥ കണക്കെടുപ്പ് നടത്തുമ്പോൾ, അതായത് ഒരു സ്ഥാപനം 10 വർഷത്തെ 2000-ഓളം ഷെയറുകളിൽ വരുന്ന അവരുടെ പഠനം ബാക്ക് ടെസ്റ്റ് നടത്തിയതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജികൾ മാക്സിമം 54% വരെ വിൻ റേഷ്യോ കൊടുക്കുമ്പോൾ, ട്രെൻഡ് റിവേഴ്സൽ സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന യഥാർത്ഥ വിൻ റേഷ്യോ എന്ന് പറയുന്നത് അപ് ടു 72% വരെയാണ്. അതായത് ട്രെൻഡ് ഫോളോവിങ്ങിനെ അപേക്ഷിച്ച് ട്രെൻഡ് റിവേഴ്സൽസിന് 20% അതിലധികമോ ഒരു ട്രേഡിംഗ് എഡ്ജ് കിട്ടുന്നതായി അവരുടെ റിയൽ ലൈഫ് ബാക്ക് ടെസ്റ്റിങ്ങിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒപ്പം തന്നെ റിവേഴ്സൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സ്ട്രാറ്റജി പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, നാളെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് 3:30 എവിടെയാണോ ക്ലോസ് ചെയ്തത് അതിന് ശേഷമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 3-4 സപ്പോർട്ടോ റെസിസ്റ്റൻസോ കണ്ടെത്തി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എവിടെ ബൈ ചെയ്യണം, എവിടെ സെല്ല് ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും, നാളത്തേക്കുള്ള ഓർഡറുകൾ ഇപ്പോൾ സെറോദയുടെ അലർട്ട് ട്രിഗർ ഓർഡർ പോലെയുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതും, ഒപ്പം തന്നെ ജോലി തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 9-7 മാർക്കറ്റ് പ്രീ ഓപ്പൺ ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഈ നിങ്ങൾ മുൻകൂട്ടി വെച്ചിട്ടുള്ള അലർട്ട് ട്രിഗർ ഓർഡറുകൾ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട്, ആവശ്യമില്ലാത്തവ ഡിസേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കാനും, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ടാർഗറ്റ് വെച്ച് കൊടുക്കുന്ന ഒരു ജോലി മാത്രം, അതായത് ചുരുങ്ങിയത് ഒരു 2 ഇല്ലെങ്കിൽ 5 മിനിറ്റിൽ താഴെയോ മാത്രം ഒരു ദിവസം ട്രേഡിങ്ങിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡിംഗ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ വലിയ സമയമിടാതെ തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനുഭവം. അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് വരാം. നമ്മൾ ചെയ്യുന്നത് ഇതാണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് സപ്പോസ് ഇതുപോലെ ഒരു ഏരിയയിലാണ് എങ്കിൽ തൊട്ടടുത്തുള്ള സപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാകും. അവിടെ നമ്മൾ ഒരു ബൈ ഓർഡറും തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് അവിടെ നമ്മൾ ഒരു സെൽ ഓർഡറും പ്ലേസ് ചെയ്യും. മനസ്സിലാക്കുക, റെസിസ്റ്റൻസ് പോയിന്റുകൾ കണ്ടെത്തിയാൽ അവിടെ നമ്മൾ സെല്ല് മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ, സപ്പോർട്ട് പോയിന്റുകളിൽ നമ്മൾ ബൈ മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ.
അപ്പോൾ ബൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇവിടെ എപ്പോൾ വരുന്നോ അപ്പോൾ അയാളുടെ ബൈ ഓർഡർ ട്രിഗർ ആകും. സോ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കവർ ഓർഡർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എൻട്രി കിട്ടുന്നതിനോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ പിന്നീട് വലിയൊരു ഫോൾ ഇവിടുന്ന് വന്നാൽ പോലും നിങ്ങൾക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. മാനുവൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിലധികം സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് എക്സിറ്റ് ഒരുപക്ഷെ എടുക്കേണ്ടി വന്നേക്കാം. എന്നാൽ കവർ ഓർഡറോ ബ്രാക്കറ്റ് ഓർഡറോ വെക്കുന്ന ഒരാൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എൻട്രി കിട്ടുന്ന അതേ നിമിഷം തന്നെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇട്ട് വെച്ചേക്കുന്ന ഓർഡർ മാർക്കറ്റിൽ പ്രൈസ് ഇങ്ങോട്ട് എത്തുമ്പോൾ അത് ട്രിഗർ ആകുന്നുണ്ടാകും, അയാൾക്ക് ഇവിടെ എൻട്രി കിട്ടുന്നുണ്ടാകും. പിന്നെ നമ്മൾ നോക്കുന്നത് തൊട്ടടുത്ത റെസിസ്റ്റൻസ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ 1:2 ഏതാണോ കുറഞ്ഞത്. അപ്പോൾ കുറഞ്ഞത് നമുക്ക് 1:2 റിസ്ക് റിവാർഡെങ്കിലും എടുത്തുകൊണ്ട് നമ്മൾ പിന്നീട് എക്സിറ്റ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നമ്മളിട്ട് വെച്ചേക്കുന്ന ഈ സെൽ എൻട്രി ട്രിഗർ ആകുന്ന സമയത്ത് നമ്മളവിടെ സെല്ല് ചെയ്യുന്നുണ്ടാകും. പിന്നീട് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളുടെ 1:2 റിസ്ക് റിവാർഡ് ഏതാണോ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 1:2 എങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾ എക്സിറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ 1:2 കീഴെ കഴിവതും എക്സിറ്റ് എടുക്കാതിരിക്കുക. മിനിമം 1:2 റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് എക്സിറ്റ് എടുത്താലാണ് നമുക്ക് ലോങ് റണ്ണിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ബൈയും സെല്ലും ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി 50യുടെ മൂവ് ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡിലേക്ക് വരാം. ഇന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ലൊരു ഫോള് താഴത്തേക്ക് തന്നു. താഴത്തൊരു സപ്പോർട്ട് ഏരിയ അത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തി വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നല്ല പോലെ 2 തവണ ടെസ്റ്റ് ചെയ്തു നല്ലൊരു സപ്പോർട്ട് കിട്ടിയതാണ്. ആ ഏരിയ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അവിടെ തന്നെ ഇന്ന് വന്നപ്പോഴും സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഹിസ്റ്ററിയിൽ മാർക്കറ്റ് എന്താണോ ചെയ്തത് അത് ഫ്യൂച്ചറിലേക്കും മാർക്കറ്റ് തുടരെ ആ ഏരിയയിൽ വരുമ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസുകളും കണ്ടെത്തി വെക്കുന്നതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ വന്നു സപ്പോർട്ട് കിട്ടി, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി, വീണ്ടും താഴത്തേക്ക് വന്നപ്പോഴൊക്കെ നിരന്തരം അവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് നമ്മളിവിടെ ഇന്ന് കണ്ടത്. ഇനി നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിരുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് BPCL-ലാണ്. BPCL മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. നമ്മൾ പറഞ്ഞു എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ അതിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്യും, തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ല് ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓപ്പൺ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന സപ്പോർട്ട് 0.5%-ലായിരുന്നു. അവിടെ നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. അതിവിടെ ട്രിഗർ ആയതിനു ശേഷം നമുക്ക് കാണാം ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയത് 315.35-ലായിരുന്നു. സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് 313.75-ലായിരുന്നു. അത് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ സപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം മുകളിലേക്ക് നല്ലൊരു മൂവ് നടത്തി. ഇവിടെ നിന്ന് അതായത് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിൽ നിന്ന് ആരെങ്കിലും ഇന്ന് ബൈ എടുത്തിരുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മിനിമം നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്ക് 1:2.8 അല്ലെങ്കിൽ 1:3 ഇല്ലെങ്കിൽ അതിന് മുകളിലും, അതായത് മാക്സിമം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ 1:4 വരെ റിസ്ക് റിവാർഡ് കിട്ടാവുന്ന ഒരു ട്രേഡായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ഇട്ട നമ്മുടെ ഓർഡർ ബുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ ഓർഡേഴ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ 9:24 ബൈ എടുത്തു. 163 ക്വാണ്ടിറ്റി ആയിരുന്നു നമ്മൾ ബൈ ചെയ്തത്. 315.35 ബൈ ചെയ്തതിന് അതിൻ്റെ കംപ്ലീറ്റഡ് പ്രൈസ് കാണിക്കുന്നതാണ് 313.90, 315.35. നമുക്കത് ചാർട്ടിലൊന്ന് നോക്കാം. 315.35 നമ്മൾ ബൈ എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 313.75 നമ്മൾ വെച്ചിരുന്നത്. ഇവിടെ കാണാം 313.70 ആണ് നമ്മൾക്കത് എക്സിക്യൂട്ട് ആയേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ലോസാണ് നമുക്കിന്ന് കിട്ടിയത്. നമ്മുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ 268 രൂപ എന്ന് ലോസ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രേഡിൽ നമ്മളിന്ന് ട്രേഡ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് നമ്മൾ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്,
നിങ്ങളുടെ കമൻറ്റുകൾ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ വീഡിയോ ചെയ്യേണ്ട 2 സബ്ജക്റ്റുകൾ, അതായത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ടാകും. ഒപ്പം തന്നെ സ്റ്റോക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഓവർ ട്രേഡിംഗ് ചെയ്യുന്നത് വളരെ മോശമായ അല്ലെങ്കിൽ നമുക്ക് മോശം റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കഴിവതും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് അത് വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ആവശ്യകതകൾ, ഒപ്പം തന്നെ പൊസിഷൻ സൈസിങ്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോകാം എന്നാണ് കരുതുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ലൈൻസൊക്കെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഇന്നലത്തേക്ക് വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് നമ്മൾ ഈ ഓർഡർ ഇടാനായിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്, അതെങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സും കൂടെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ അടയാളപ്പെടുത്തി അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് നമുക്കിവിടെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നമുക്കിവിടെ കാണാം. ഇന്ന് ഈ വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം, ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ, ഈ ഒരു പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇന്ന് നടന്നിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം മാർക്കറ്റ് ഓർഡേഴ്സാണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓർഡർ അല്ല. അപ്പോൾ 320 സെല്ലിംഗ് സൈഡ് വോളിയം ഇവിടെ മാർക്കറ്റ് ഓർഡറിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം അതിനേക്കാൾ വളരെ കുറവ്, അതായത് 460 മാത്രമാണ് ബൈയിങ് സൈഡ് മാർക്കറ്റ് ഓർഡേഴ്സ് ഹിറ്റായിട്ടുള്ളത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാർക്കറ്റിന് നല്ല റെസിസ്റ്റൻസ് ആണ് എന്ന് ഫീൽ ചെയ്തിരുന്നത്. ഇനി ഇപ്പം നമ്മൾ കണ്ടത് ആ വോളിയം പ്രൊഫൈൽ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അതായത് ഇന്നലത്തെ നമ്മൾ ഈ കാണുന്ന ഭാഗവും കൂടെ അതിൽ കയറി വരും. നേരെ മറിച്ച് ഫിക്സഡ് റേഞ്ച്, അതായത് ഇന്നത്തെ മാത്രം വേണമെങ്കിൽ നമുക്കിതുപോലെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വോളിയം പ്രൊഫൈൽ നോക്കുമ്പോഴും നമുക്കറിയാം അതേ പ്രൈസിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ബൈയും സെല്ലും മാർക്കറ്റ് പ്രൈസിൽ നടത്തിയിട്ടുള്ളത്. 560K സെല്ലേഴ്സും 379K ബയേഴ്സും ആണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നാളത്തേക്ക് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. എന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ വോളിയവും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സെല്ലിംഗ് സൈഡ് വോളിയം ഹ്യൂജ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് സൈഡ് വോളിയം ആ മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് കാണിച്ചിരുന്നത്. അത് 417K ആണ്. ഇവിടെ നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അവിടെ തന്നെയാണ് ക്ലോസിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മേഖല നമ്മൾ എടുക്കുന്നില്ല, മറിച്ച് അതിന് മുകളിലുള്ള ഒരു സെല്ലിംഗ് സൈഡ് വോളിയം നമ്മൾ എടുക്കുവാണ്. അത് ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു വോളിയം വന്നേക്കുന്നത് നമുക്കിവിടെ കാണാം 327K വോളിയം വന്നിട്ടുണ്ട്. ആ മൂവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇത്രയും ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്, ഇല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നില്ല എന്നൊരു കോൺഫിഡൻസ് കിട്ടിയതിൻ്റെ പുറത്ത് മാർക്കറ്റ് ഓർഡർ ഇട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടെ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ഇവിടുന്ന് ഹ്യൂജ് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പ്രൊഫൈൽ വോളിയം പ്രൊഫൈൽ ഇടുമ്പോഴും നമുക്കിവിടെ കാണാം ഇവിടെ നല്ല വോളിയം നടന്നിട്ടുണ്ട്. അത് കൂടുതൽ ഏത് സൈഡാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 324K സെല്ലേഴ്സും 355K ബയേഴ്സും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇന്നലത്തേതും കൂടെ ചേർത്തിട്ട് വന്നേക്കുന്ന വോളിയമാണ്. സോ ദാറ്റ് ഇന്നത്തെ മാത്രം വിസിബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച 166K സെല്ലേഴ്സ് ഇവിടെ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്തു. സെയിം ടൈം 87K ബയേഴ്സ് മാത്രമേ മാർക്കറ്റ് ഓർഡറിൽ ഇവിടെ ബൈയിങ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ യഥാർത്ഥ കണക്ക് ഇതാണ്. ഇപ്പം നമ്മൾ കണ്ട വിസിബിൾ റേഞ്ചിൽ കണ്ടത് അത് ഇന്നലത്തെയും കൂടെ കൂട്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ ഡേറ്റിലേക്ക് മാത്രം ചുരുക്കിയപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നേക്കുന്നത്. മറ്റേ ഒരു വോളിയം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് റെഡ് ആയതുകൊണ്ട് തന്നെ സെല്ലിംഗ് സൈഡ് ആണെന്നേ അറിയത്തുള്ളൂ. പക്ഷേ എത്ര പേര് ബൈയിങ് സൈഡ്, അതായത് ഇതൊരു വടംവലി പോലെയാണ്. അപ്പോൾ ബയേഴ്സിൻ്റെ സൈഡിൽ എത്ര പേരുണ്ടായിരുന്നു, സെല്ലേഴ്സിൻ്റെ സൈഡിൽ എത്ര പേരുണ്ടായിരുന്നു, തരം തിരിച്ചറിയുകയും അതിലെ വ്യത്യാസം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ സ്ട്രെങ്ത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 87 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിക്ക് മുകളിൽ ഏകദേശം അല്ലേ, ഇല്ലെങ്കിൽ ഇരട്ടിയോളം
സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്. സോ ദാറ്റ് അത്രയും പേര് നിന്ന് വലിക്കുന്ന സ്ഥലത്ത് അല്ലേ വടം വലിയാണെങ്കിൽ ആ സൈഡല്ലേ ജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ബിഹേവും ചെയ്തിട്ടുള്ളത്. അത്ര കൂടുതൽ സെല്ലിംഗ് ഓർഡേഴ്സ് മാർക്കറ്റ് ഓർഡേഴ്സ് വന്നതുകൊണ്ട് നല്ല രീതിയിൽ പ്രൈസ് ഫോൾ ചെയ്തു. സോ ദാറ്റ് ഹിസ്റ്ററി വിൽ ആൾവേസ് റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ നാളെയും ഇത് തന്നെ സംഭവിക്കാനുള്ളൊരു സാധ്യത മാർക്കറ്റിലുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ക്യാൻഡിലിൽ നമുക്ക് 417K സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിന് ശേഷമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു സിംഗ്ലോയുടെ താഴത്ത് നിന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഏരിയ കണ്ടുപിടിച്ചു, അടയാളപ്പെടുത്തി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണെന്നൊന്ന് നോക്കണം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ക്യാൻഡിലിൽ ഇന്നത്തെ ഏറ്റവും കൂടുതൽ വോളിയം വന്നിട്ടുള്ളതാണ്. അത് 699K ആണ്. അപ്പോൾ ഈ ക്യാൻഡിൽ വരുമ്പോൾ നമുക്കറിയാം ഈ ഓപ്പണിംഗ് ഇവിടുന്നാണ്. ഈ റെഡ് ക്യാൻഡലിനെ റിവേഴ്സിലി ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവാണ് മുകളിലേക്ക് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് നമ്മളുടെ ഓർഡർ ബ്ലോക്കായിട്ട് നാളെ ഇത് വർക്ക് ചെയ്യാനാണ് സാധ്യത എന്ന് നമുക്കറിയാം. നമ്മളതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം 311 തന്നെ, അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചാൽ ഏതാണ്ട് അതേ ലെവൽ തന്നെയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നാളെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആവാം. ഇവിടുന്ന് ബൈ ചെയ്താൽ നല്ലൊരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ വേണ്ട, ഇന്നത്തെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് നമുക്ക് അവിടുത്തെ പൊസിഷൻ എന്തായിരുന്നു ഇന്ന് എന്നൊന്ന് നോക്കാം. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം ബയ്യിങ് സൈഡിൽ ഇവിടെ 107K ബയ്യേഴ്സ് ഉണ്ടായിരുന്നു, 62K മാത്രമാണ് സെല്ലേഴ്സ് ഉള്ളത്. അപ്പോൾ ബയ്യേഴ്സ് കുറച്ചധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്ത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും വിസിബിൾ റേഞ്ച് അല്ലെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ നോക്കിക്കൊണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നാളത്തേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കിട്ടി, നമുക്ക് ഓരോ ദിവസവും ലോസ് അടിക്കുമ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇന്നെന്താണ് നമുക്ക് സംഭവിച്ചത്? നമ്മൾ ഈ ഏരിയയിൽ ഇന്ന് പോയിട്ട് ബൈ ചെയ്യാനായിട്ടാണ് കൊടുത്തിരുന്നത്. 315 നമ്മൾ ബൈ ഓർഡറാണ് വെച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് പറ്റിയത്? 315.50 നമ്മൾ ബൈ വെച്ചിരുന്നത്. നമുക്കിന്ന് കിട്ടിയത് 315.35 ബൈ കിട്ടിയത്. എന്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ഇന്ന് വർക്ക് ചെയ്തില്ല? അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്നലത്തെ മാർക്കറ്റിൻ്റെ നമ്മുടെ സ്റ്റോക്കിൻ്റെ ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് 1.87% ആയിരുന്നു. ഒപ്പം തന്നെ അതിന് മുന്നിലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഏകദേശം വലിയ മൂവാണ് അതിന് മുന്നിലത്തെ ദിവസം നടത്തിയിട്ടുള്ളത്. ലോ ടു ഹൈ അത് 4% മൂവാണ് തന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൗൺ സൈഡ് മാർക്കറ്റ് ട്രെൻഡിങ്ങിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത ഒരു മാർക്കറ്റ് തൊട്ടടുത്ത സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്തു എന്നതാണ് നമ്മൾ കൊടുത്ത മിസ്റ്റേക്ക്. കാരണം ഒരു 1% അപ്പുറത്തുള്ള സപ്പോർട്ടിലേക്ക് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരുന്നു എങ്കിൽ ഇന്നിവിടെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മുകളിലേക്കൊന്ന് പുഷ് ചെയ്തു, അവിടുന്ന് ഒരു 1% ഡൗൺ സൈഡ് പോയതിന് ശേഷം ഉള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ ഇതിപ്പോൾ വൺ സൈഡ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയയാണ്. സോ ദാറ്റ് മാർക്കറ്റ് അവിടെ അവരെയൊക്കെ ട്രാപ്പ് ചെയ്തുകൊണ്ട് താഴത്തേക്ക് പോയി. അപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്ത അടുത്ത് നമ്മളൊരു 1% നോക്കുകയാണെങ്കിൽ ഇവിടം വരെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള സപ്പോർട്ടിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റ് ഒരു സൈഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2% അടുത്ത് പോയത് നമ്മൾ കണ്ടു. സോ ദാറ്റ് അത്രയും ഇന്നും ഒരു സൈഡിലേക്ക് തള്ളിപ്പോകാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതായിരുന്നു. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ നമുക്ക് പിന്നെ സപ്പോർട്ട് ഇവിടെ കൃത്യമായിട്ട് എൻട്രി എടുക്കാമായിരുന്നു. അങ്ങനെ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വെച്ചിട്ട് നമ്മളുടെ ലൈൻ ഇതായിരുന്നില്ല. എനിവേ ആയിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാം 0.47% ഉള്ളൂ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ട്രിഗർ ആകില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ദിവസം പിടികിട്ടാതിരുന്ന ഒരു കാര്യം, പുതിയൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിരിക്കുവാണ്. ഇനിയും ഈ തെറ്റുകൾ വരുന്ന കുറച്ച് ദിവസവും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിവിടെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്ന പോലത്തെ ഒരു പരിപാടി ഷെയർ മാർക്കറ്റിൽ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ബോധതലത്തിലേക്ക് ഇത് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലവട്ടം ഇത് കണ്ട് നമ്മുടെ ഉപബോധ തലത്തിലേക്ക് നമ്മളറിയാതെ തന്നെ നമ്മളിതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കാലക്രമേണ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഷെയർ ട്രേഡിങ്ങിൽ
നമുക്ക് പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യത കൂടുന്നു. കാരണം ഇതുപോലെ നമ്മൾ ആദ്യത്തെ തവണ, രണ്ടാമത്തെ തവണ, ഇല്ല 10ാമത്തെ തവണ പോലും നോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ പോലും ഫ്യൂച്ചറിൽ ത്രൂ എക്സ്പീരിയൻസ് നോട്ടബിൾ ആകുകയും നമ്മളത് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. എപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്നത് ഓരോരുത്തരുടെയും സ്വഭാവത്തിനും അന്നത്തെ മാനസികാവസ്ഥയ്ക്കും അനുസരിച്ച് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നുണ്ടാകും. നമ്മളിന്ന് എന്തായാലും ഒരു ട്രേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് കരുതിയിരുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഇന്ന് ലോസ് അടിച്ചു, അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് ലോസ് അടിച്ചു, ഇത്തരം ലോസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കിയപ്പോഴാണ് മാർക്കറ്റിൻ്റെ ആവറേജ് മൂവ് വൺ സൈഡിലേക്കുള്ളത് നിയർലി 2% ഉള്ളപ്പോൾ നമ്മൾ തൊട്ടടുത്ത 0.5% സപ്പോർട്ടിൽ കൊണ്ടുപോയി ബൈ ചെയ്തു എന്നതായിരുന്നു നമ്മൾ ചെയ്ത തെറ്റ്. അപ്പോൾ 2%ൻ്റെ മൂവ് ഇല്ല 1% എബോവ് മൂവ് ചെയ്തിട്ടുള്ള സപ്പോർട്ടിൽ എന്ന് കരുതിയാൽ നമുക്കിവിടെ എൻട്രി എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പോൾ നാളത്തേക്കുള്ള ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നും കൂടെ നിങ്ങളിവിടെ പഠിച്ചു. ഇനി നാളെ സപ്പോസ് മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നാളെയും നമ്മൾ ഇവിടെ തന്നെ സെൽ എൻട്രി ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇടുന്ന എൻട്രിയും സ്റ്റോപ്പ് ലോസ് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് നല്ല മൂവ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. വൺ സൈഡ് തന്നെ 2%ഓളം മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ആ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ ഇവിടെയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഇവിടെയോ നമ്മൾ സെൽ എൻട്രി ഇടാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു പാഠവും കൂടെ നമുക്ക് കുറച്ചും കൂടെ തറവാകുന്നുണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ വിജയിക്കുമ്പോഴല്ല നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്, മറിച്ച് തോൽവികൾ ഇതുപോലെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂടെ കുറച്ച് പേരിപ്പോൾ നമുക്കറിയാം സ്ട്രാറ്റജി പഠിക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം പരീക്ഷയ്ക്ക് നമ്മൾ എസ്സേകൾ കാണാപ്പാഠം പഠിച്ചിരുന്നത് പോലെ നിങ്ങൾ ഒരാൾക്ക് 5, 10, 15 വീഡിയോസ്, ഒരേ സ്ട്രാറ്റജിയുടെ വീഡിയോസ് റെഗുലർ കണ്ടു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി പൂർണ്ണമായും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ സ്ട്രാറ്റജി പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വിജയത്തിലേക്ക് എത്താത്തതിൻ്റെ കാരണം സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഇമോഷണൽ ഫീലിങ്ങുകളെ അടക്കി നിർത്താനുള്ള പരിശീലനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ട്രേഡർക്ക് വിജയിക്കാൻ വേണ്ടത് സ്ട്രാറ്റജിയേക്കാൾ കൂടുതൽ അയാൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിന് ആവശ്യമായ ഒരു സർവീസ് എന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു കൊടുത്ത് ആ ഒരു രീതിയിലേക്ക് ഒരാളെ കൈപിടിച്ചുയർത്താൻ പറ്റുമോ എന്നൊരു പരീക്ഷണം നമ്മളിപ്പോൾ നടത്തുന്നുണ്ടായിരുന്നു. 4-5 പേരോളം നമ്മുടെ കൂടെ അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട്. ആ ആൾക്കാരിൽ അവരോട് ഞാൻ പ്രധാനമായും പറഞ്ഞു കൊടുത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓവർ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് രണ്ടാമതൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഓവർ ട്രേഡാണ്. നിങ്ങൾ 3, 4, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം 2, 3, 4 ട്രേഡ് ഒരുപക്ഷെ നിങ്ങൾ എടുത്താൽ പോലും അത് പലതും ശരിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞ് മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്നതുകൊണ്ടിട്ടാണ്. നേരെ മറിച്ച് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും ട്രേഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അയാളുടെ കയ്യിൽ അല്ലെങ്കിൽ അയാൾക്ക് കൺട്രോളുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ട്രേഡിങ്ങിലുള്ളൂ, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കളയാം എന്നുള്ളതാണ്. ഇവിടെ എൻട്രി എടുക്കുന്ന ഏതൊരാൾക്കും അറിയാം അയാൾക്ക് നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്, അത് ഒരു ദിവസം കൊടുക്കാം. അതർവൈസ് അത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. നേരെ മറിച്ച് ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അറിയില്ല ഇതിവിടെ പോയി തിരിച്ചു പോയി ഹിറ്റ് ചെയ്യും, പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എഗൻസ്റ്റ് ഇത് പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അത് എത്ര കൊടുക്കാം എന്നത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ, പ്രോഫിറ്റ് നമ്മുടെ കൺട്രോളിലല്ല. സോ ദാറ്റ് എൻട്രി എടുക്കുക, പിന്നീട് ആ സ്റ്റോപ്പ് ലോസ് നഷ്ടം സഹിക്കാൻ വേണ്ടി തയ്യാറായി ഇരിക്കുക എന്നതിലാണ് ഇവിടുത്തെ വിജയം. അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതായത് ഒരു ദിവസം ലാഭം കിട്ടിയാലും ശരി, നഷ്ടം കിട്ടിയാലും നമ്മൾ രണ്ടാമതൊരു ട്രേഡ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാതിരിക്കുക. അതർവൈസ് ഒരു ലോസ് കിട്ടുമ്പോഴാണ് ഓൾമോസ്റ്റ് ആൾക്കാർ സെക്കൻഡ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന ഒരാൾ ഇന്ന് സെക്കൻഡ് ട്രേഡ് എടുത്തു, ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരുന്നത് കൊണ്ടാണ്. അവിടെ ഉള്ളൊരു അബദ്ധം നമ്മൾ അറിയാതെ മാനസികമായി ഇമോഷണലി ആണ് നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരു ട്രേഡിന് നമ്മൾ 50 രൂപ ഇപ്പോൾ ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡും കൂടെ എടുക്കുമ്പോൾ നമ്മുടെ ചാർജ് ഇരട്ടിയായി, 100 രൂപ ചാർജായി. പക്ഷേ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്, പ്ലസ് നമ്മൾ 50 രൂപ കൂടെ ചാർജ് എക്സ്ട്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ആ രണ്ടാമത്തെ ട്രേഡിൽ ലോസിൽ പോയാൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം ഉണ്ടാക്കാവുന്ന ലോസെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് 0.5% ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം ഒറ്റ ട്രേഡിൽ നിർത്തണം എന്ന് പറയുന്നത്. അപ്പോൾ 2 ട്രേഡ് ലോസ് പോയി എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊടുക്കേണ്ട ലോസ് നമ്മൾ ഒരു ദിവസം കൊടുത്തു, പ്ലസ്
100 രൂപയുടെ ചാർജ് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ കണക്കിൽ പലപ്പോഴും കയറി വരുന്നത് നമ്മൾ കൊടുത്ത ലോസ് മാത്രമായിരിക്കും, ചാർജസ് അവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ തിരിച്ചു വരണമെങ്കിലോ, മറ്റേത് ഒരു ദിവസം പ്രോഫിറ്റ് അടിച്ചാൽ നമുക്ക് 2 ദിവസം ലോസ് കൊടുക്കാനുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിലേക്കില്ല, പ്രോഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. നേരെ മറിച്ച് 1:2 റിസ്ക് റിവാർഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 ലോസ് കൊടുത്താൽ പിന്നെ അടുത്ത 2 ദിവസം കൂടെ പ്രോഫിറ്റ് അടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വരാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടി, ഒന്നിലധികം ട്രേഡ് എടുക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് നമ്മൾ വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അവിടെ തന്നെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ 2, 2, 2 വെച്ച് കൗണ്ട് ചെയ്ത് മുന്നിലേക്ക് പോകാനും ബാക്കിലേക്ക് പോകുമ്പോൾ 1, 1, 1 എന്ന് മൈനസ് ചെയ്ത് ബാക്കിലേക്ക് പോകാനും. അതായത് ബൈ ഡിഫോൾട്ട് നമ്മുടെ താഴോട്ടുള്ള വീഴ്ചയുടെ സ്പീഡ് കുറവും മുന്നോട്ടുള്ള പോക്കിൻ്റെ വേഗത ഇരട്ടിയുമായിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രമേ, റിസ്ക് റിവാർഡിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു 100 ട്രേഡ് എടുക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പ്രൊവൈഡഡ് നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡും വിജയിക്കുകയോ വിജയിക്കില്ലെന്ന് നമുക്ക് എന്നല്ല, എത്ര എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്കും അറിവില്ല അയാൾ എടുക്കുന്ന ഈ ഒരു ട്രേഡ് വിജയിക്കുമോ ഇല്ലയോ എന്ന്. കാരണം വളരെ കാലത്തെ എക്സ്പീരിയൻസ്, ഈവൻ 10 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം പോലും പല ട്രേഡർമാർക്കും അവർ ഫോളോ ചെയ്യുന്ന സെയിം സ്ട്രാറ്റജിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 7-8 സ്റ്റോപ്പ് ലോസുകൾ കണ്ടിന്യൂസ് ഡേയ്സിൽ കിട്ടാറുണ്ട് എന്നതാണ് എല്ലാവരും തന്നെ പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ട്രേഡിങ്ങിലെ വിജയം എന്ന് പറയുന്നത് ഒരാളുടെ ബുദ്ധിപരമായ കഴിവല്ല, മറിച്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു സാധ്യത മാത്രമാണ്. ആ സാധ്യതയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊരു മെഷീൻ പോലെ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെ നമ്മൾ ഇമോഷണൽ ഫീലിങ്സിൻ്റെ പുറത്ത് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ട്രേഡ് എടുക്കാൻ പോയാൽ നമ്മൾ പടിപടിയായി താഴത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതർവൈസ് ട്രേഡിങ്ങിൽ ആര് വിജയിക്കും എന്ന് എന്നോടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിജയിച്ച ട്രേഡേഴ്സ്മാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റോ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡിൽ വിജയിക്കുന്ന ആളല്ല ട്രേഡിങ്ങിൽ വിജയിക്കാൻ പോകുന്നത്, മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഡിസിപ്ലിൻ പാലിക്കുന്നയാളാണ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പോകുന്നത്. കാരണം നമുക്കിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ ക്യാരക്ടറാണ്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ 1, 2, 3, 4, 5 വർഷമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ഇന്നും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടില്ല എങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇന്നലെ വരെ എന്തായിരുന്നു ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളുടെ ആ ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ സ്വഭാവമാണ് നമ്മൾ ട്രേഡിങ്ങിൽ ഇതുവരെ പ്രോഫിറ്റബിൾ ആകാൻ സമ്മതിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, ആ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ശീലത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ ഇനിയുള്ള കാലം മുന്നിലേക്ക് ഇപ്പോഴുള്ള റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വിജയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ വിജയത്തിന് വേണ്ടി നമ്മൾ മാറ്റേണ്ടത് മറ്റൊന്നുമല്ല, സ്ട്രാറ്റജിയല്ല. എല്ലാവരും 2, 3, 4 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി മാറ്റി വെച്ചിട്ട് അടുത്ത സ്ട്രാറ്റജി പിടിക്കാറാണ് പതിവ്. അവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്, 10 വർഷത്തിലധികമായി ഒരേ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും ചില പർട്ടിക്കുലർ സീസണിൽ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് 7, 8, 11 വരെ കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസുകൾ കിട്ടാറുണ്ട്. അവരൊന്നും അപ്പോഴവരുടെ സ്ട്രാറ്റജി മാറ്റി വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഒരു ട്രേഡർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്യാതായ സമയത്ത് 2 മാസം അദ്ദേഹം ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റുമല്ല അദ്ദേഹം ചെയ്തത്. സോ ദാറ്റ് നമ്മളിവിടെ മാറ്റേണ്ടത് സ്ട്രാറ്റജിയല്ല, നമ്മുടെ ശീലങ്ങളാണ്, നമ്മുടെ സ്വഭാവമാണ്. ശീലങ്ങൾ മാറ്റുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഈ ശീലങ്ങളിൽ വരുത്തുന്ന മാറ്റം നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പം നല്ല രീതിയിലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുത്താൽ അതിപ്പോൾ ട്രേഡിങ്ങിലല്ല, ജീവിതത്തിൽ ആകെ തന്നെയും നമുക്ക് വലിയൊരു വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാലിക്കേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ കഴിവ്. അതല്ലാതെ ഒരു ട്രേഡ് എടുത്ത് അത് പ്രോഫിറ്റിൽ എത്തിക്കുക ഇല്ലെങ്കിൽ ഒരു ദിവസം പ്രോഫിറ്റിൽ അവസാനിപ്പിക്കുക എന്നതല്ല നിങ്ങളുടെ കഴിവ്. ഇപ്പോൾ ആദ്യത്തെ ട്രേഡ് ലോസ് അടിച്ചു, 2ാമത്തെ ട്രേഡ് എടുക്കാം, അതും ലോസ് അടിച്ചു, 3ാമത്തെ ട്രേഡോ 4ാമത്തെ ട്രേഡോ 5ാമത്തെ ട്രേഡോ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങളത് പ്രോഫിറ്റിൽ എത്തിച്ചാൽ പോലും മനസ്സിലാക്കേണ്ടത് 5, 6 ട്രേഡ് എടുത്തിട്ടാണ് ഒരു ദിവസത്തിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാർജായി കൊടുത്തിരിക്കുന്ന തുക നിങ്ങൾ വരുത്തി വെച്ചേക്കുന്ന ലോസിനേക്കാൾ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റിൽ അവസാനിച്ച ആ ദിവസം പോലും ഇൻക്ലൂഡിങ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് എഫക്റ്റ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് നമുക്കിവിടെ മാറ്റേണ്ടത് നമ്മളുടെ വിജയം കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ സ്വഭാവത്തിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്, നമ്മുടെ ശീലങ്ങളിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ഡിസിപ്ലിൻ
ഒരു സമയത്തും കൈവിട്ട് കളയാതിരിക്കുക എന്നതാണ് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഓവർ ട്രേഡിംഗ് നിങ്ങളെ മുന്നോട്ട് നയിക്കില്ല. കാരണം ഓവർ ട്രേഡ് ചെയ്യുന്നത് ഇമോഷണൽ ഫീലിങ്സിൻ്റെ പുറത്താണ്. ആ ഇമോഷൻ കയറി വന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത്, ട്രേഡിങ്ങിലെ വിജയം എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണെന്ന് പറയുന്നത് അവിടെയാണ്. ദാറ്റ് മീൻസ് ഇമോഷൻ നിങ്ങളെ ഹർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാമത്തെ ട്രേഡ് എടുക്കുന്നതില്ലേ, മൂന്നാമത്തെ ട്രേഡ് എടുക്കുന്ന, അല്ലെ നാലാമത്തെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഓവർ ട്രേഡിങ് ഒരു ട്രേഡിൽ അധികം ബിഗിനേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് അന്ന് ആദ്യത്തെ ട്രേഡ് ലോസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ ഫീലിങ്സ്, ഇമോഷൻ്റെ പുറത്ത് അയാൾ രണ്ടാമത്തെ ട്രേഡ് എടുക്കുവാണ്. സോ ദാറ്റ് ഇത് തിരിച്ചറിയുക, ഇതൊരു അബദ്ധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്നലത്തെ സ്വഭാവം, ഇല്ലെങ്കിൽ ഈ ഒരു വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ സ്വഭാവം തന്നെ കണ്ടിന്യൂസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഇന്ന് വരെ നമുക്കുണ്ടായിരുന്ന റിസൾട്ട് എന്താണ്, അത് നെറ്റ് ലോസ് ആണെങ്കിൽ അത് തന്നെ നമ്മൾ മുന്നോട്ട് കൂടെ കൊണ്ടുപോകുന്നതിന് തുല്യമായിരിക്കും. അത് ഉറപ്പായിട്ടും മാറ്റുക. അപ്പോൾ പൊസിഷൻ സൈസിങ് പലർക്കും ഇപ്പോഴും ഒരുപക്ഷെ പിടിയില്ലാത്തൊരു കാര്യമായിരിക്കും പൊസിഷൻ സൈസിങ്. അതിനെപ്പറ്റി കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുവാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് ഈ മാസം ചെയ്തേക്കുന്ന 2 ദിവസമാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. ആ 2 ദിവസവും നമ്മൾ നെറ്റ് ലോസിലാണ്. നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്ന പോലെ തന്നെ ഒരു ട്രേഡ് എടുത്തുകൊണ്ട് ആ കൊടുക്കുന്ന അത്രയും തന്നെ 264, 269 ഈ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ലോസ് കൊടുത്തേക്കുന്നത്. നെറ്റ് നമ്മൾ ഈ മാസം 5% ലോസാണുള്ളത്. ഈ വർഷം നമ്മൾ ഇതുവരെ 69 ട്രേഡിംഗ് ഡേയ്സ് മൊത്തം ട്രേഡ് ചെയ്തു. 40 ദിവസം ലോസ് ആയിരുന്നു. ഒപ്പം തന്നെ 29 ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ നെറ്റ് 13% പ്രോഫിറ്റിലാണ്. 42% വിൻ റേഷ്യോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വിൻ റേഷ്യോയൊക്കെ പോകെ എന്തായാലും നമുക്കത് കൂടുന്നുണ്ടാവും. ഒരു 50% മുകളിലൊക്കെ അത് പോകാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോയും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും ഒക്കെ വളരെയധികം കൂടേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമുക്ക് ഈ കാണുന്ന എൻട്രി പ്രൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ സൈസിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കയ്യിലുള്ള ഫണ്ട് സൈസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 20,200 അപ്പോൾ 20,000 എന്ന് തൽക്കാലം നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്കതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. 20,000 കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ട്രേഡ് എടുക്കാവുന്നത് 10,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇനി നാളെ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് എന്ന് ചോദിച്ചാൽ ഇത് നല്ലൊരു എൻട്രി പോയിൻ്റാണ്. നാളത്തേക്ക് 311 രൂപയിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളത്തേക്ക് നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒപ്പം നിങ്ങളിതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് പൊസിഷൻ സൈസിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന അലർട്ട് ട്രിഗർ ഓർഡറാണ്. ആ അലർട്ട് ട്രിഗർ ഓർഡറിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഓർഡർ എടുത്തത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് എനേബിൾഡ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റിലെ പ്രൈസ് അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻട്രി കിട്ടിക്കോളും എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുവാണ്. നാളത്തേക്ക് വേണ്ടി ഫ്രഷ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ BPCL തന്നെ നമ്മൾ നാളത്തേക്കുള്ള ഓർഡർ ഇട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അലർട്ട് ട്രിഗർ ഓർഡർ ചെയ്യാനായിട്ട് ഈ കാണുന്നത് പോലെ ക്രിയേറ്റ് അലർട്ട് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിവിടെ 311 ബൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ബൈ 311 നമുക്കിവിടെ കാണാം. നമ്മൾ ഇവിടെ നിന്നാണ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 311 നിന്ന്. അപ്പോൾ എത്ര സ്റ്റോക്ക് നമുക്ക് എടുക്കാൻ പറ്റും? 311 രൂപയ്ക്ക് ബൈ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 161 ക്വാണ്ടിറ്റിയാണ് 10,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നത്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ 311 സ്റ്റോപ്പ് ലോസ് വരുന്നത് 309.45 ആയിരിക്കും. ഇത് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇവിടുത്തെ കണ്ടീഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്ന മുകളിലാണ്. സോ ദാറ്റ് താഴത്തേക്ക് വന്ന് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 311 വരുമ്പോഴാണ് നമുക്ക് എൻട്രി വേണ്ടത്. അപ്പോൾ 311 നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു. അവിടുത്തെ ആക്ഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണ്. ഒള്ളി അലർട്ട് അല്ലെങ്കിൽ അലർട്ട് ട്രിഗർ ഓർഡർ നമുക്ക് വെക്കാം. നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ വെക്കുകയാണ്. അത് BPCL വെക്കേണ്ടത് കൊണ്ട് തന്നെ അതിനെ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ BPCL നമ്മൾ ഓർഡർ വെക്കുന്നത് NSEയിലാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. 161 ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 161 ക്വാണ്ടിറ്റി നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ 161 ക്വാണ്ടിറ്റി നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം 10,146 രൂപയാണ് അതിന് വേണ്ടി ചിലവാക്കേണ്ടത്. നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയുടെ ഏകദേശം പകുതി. ഇത് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 161 ക്വാണ്ടിറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാനും ഒപ്പം സ്റ്റോപ്പ് ലോസുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മളതിനെ മാറ്റി ലിമിറ്റ് പ്രൈസിലേക്ക് ബൈ ഇടുവാണ്. ഇവിടെ 311. ഇനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട പ്രൈസ് നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ കണ്ടു. 0.5% എന്ന് പറയുമ്പോൾ 309 രൂപ 45 പൈസയ്ക്കാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ അതിവിടെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. 309 രൂപ 45 പൈസ. 309.45. അത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിട്ട് ആഡ് ടു ബാസ്ക്കറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ വെച്ചേക്കുന്ന കവർ ഓർഡറാണ്. ക്വാണ്ടിറ്റി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ മൊത്തം അവൈലബിൾ ക്യാഷിൻ്റെ പകുതിയാണ് ക്വാണ്ടിറ്റി ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. എൻട്രി പ്രൈസ് വെച്ചു, സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനിയിപ്പോൾ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം പോകുന്ന പൈസ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ആ കൺട്രോൾ ഉള്ള ഭാഗം നമ്മൾ കൺട്രോളിലെടുത്തു. ഇനി ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എനേബിൾഡ് ആയിട്ട് ഒരു പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അലർട്ട് ട്രിഗർ ഓർഡർ. ഇതിന് നമ്മൾ തൽക്കാലം ഡിസേബിൾഡ് പൊസിഷനിലേക്ക് വെക്കും. കാരണം നാളെ കാലത്തെ 9:07 പ്രീ മാർക്കറ്റ് ഡാറ്റ വന്നു കഴിയുമ്പോൾ ഓപ്പണിംഗ് പ്രൈസ് എവിടെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ടാകും. സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ 311 ബൈ ഓർഡർ ഓപ്പൺ ചെയ്യും. ഇനി ഈ 311 അതിന് താഴത്തോ ആണ് മാർക്കറ്റ് പ്രീ ഓപ്പൺ ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് തരുന്നതെങ്കിൽ നമ്മൾ താഴത്ത് ഒരു ഓർഡറും കൂടെ വെച്ച് കൊടുക്കും 307. അപ്പോൾ 307 ഓർഡർ വെക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നുണ്ടാകും. അപ്പോൾ 163 ക്വാണ്ടിറ്റി നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ഓർഡറും കൂടെ വെച്ച് കൊടുക്കാം 307. അപ്പോൾ ക്രിയേറ്റ് GTT അല്ല നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അലർട്ട് ട്രിഗർ ഓർഡറാണ് വേണ്ടത്. ക്രിയേറ്റ് അലർട്ട് ട്രിഗർ ഓർഡർ ഇത് വെക്കുമ്പോൾ 307 ബൈ ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ബൈ 307 ലെസ് ദാൻ ഈക്വൽ ടു 307 വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എൻട്രി കിട്ടണം. 307 അലർട്ട് ട്രിഗർ ഓർഡറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. 307 തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി അപ്പോൾ അലർട്ട് ആയിക്കഴിഞ്ഞാൽ BPCLലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് BPCL ഇവിടെ സെർച്ച് ചെയ്തെടുത്തു. ബൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. 163 ക്വാണ്ടിറ്റിയാണ്. ഇനി പ്രൈസ് നമുക്ക് വേണ്ടത് 307 ലിമിറ്റ് പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസിലല്ല. ഇവിടെ 307 ആണ് നമ്മുടെ എൻട്രി പ്രൈസ്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 305.45 നമ്മൾ വെക്കാൻ പോകുന്നത്. 305.45 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ അത് കൺഫേം ചെയ്തു. തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 10,000 രൂപയോളമേ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കാൻ നമുക്ക് എക്സ്പെൻസ് വരത്തുള്ളൂ. നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ ഏകദേശം പകുതി. ആഡ് ടു ബാസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ബൈയിങ് സൈഡ് ഓർഡറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും നമ്മൾ ഡിസേബിൾഡ് പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. നാളെ രാവിലെ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെച്ച 311 വെച്ച ഓർഡർ എനേബിൾ ചെയ്ത് വെക്കും. 9:07 നോക്കുമ്പോൾ ഇതിനും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നതെങ്കിൽ നമ്മൾ 307 ബൈ ഓർഡർ എനേബിൾ ചെയ്യും. ഇനി നമുക്ക് 2 സെൽ ഓർഡറും കൂടെ വെക്കണം. കാരണം നാളെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സെൽ എൻട്രി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇവിടെ ഒരു സെല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നാളെ ഇതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ഇവിടുന്ന് ചിലപ്പോൾ നല്ല രീതിയിൽ ഇങ്ങോട്ടൊരു ഫൗൾ തരാവുന്ന സിറ്റുവേഷനും ഉണ്ട്. അത് നമ്മളുടെ മനോഭാവം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട പോലെ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കണ്ടാണല്ലോ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അനുഭവിച്ച് പഠിക്കുക എന്നത് മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ നിർവാഹമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഡിസിഷൻ പിന്നീട് 2-3 സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുക. പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. ആദ്യത്തെ 2-3 കൊല്ലം പഠിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മളിതിനകത്ത് കണ്ട് പഠിക്കാൻ, അനുഭവിച്ച് പഠിക്കാനേ മാർഗ്ഗമുള്ളൂ എന്നതുകൊണ്ടാണ്.
അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് ഇവിടെ ഒരു സെൽ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം, ഇവിടെ ഒരു സെൽ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ കണ്ട അതേ പ്രോസസ്സാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുവാണ്. ഒപ്പം തന്നെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ധാരാളം സംശയങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. അപ്പോൾ അങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, സംശയങ്ങളുള്ളവരൊരിക്കലും നമ്മുടെ ഈ നമ്പറിൽ വാട്സാപ്പിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആവശ്യമുള്ളവർ വിളിക്കേണ്ട സമയം വളരെ സ്പെസിഫിക് ആണ്. നിങ്ങൾ ട്രേഡിംഗ് ടൈമിൽ, ട്രേഡിംഗ് ഡേയിൽ ഒരു 11 മണിക്ക് ശേഷം 2 മണിക്ക് മുന്നേ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. താങ്ക്